ഹായ് മദർഹുഡ് ഫാമിലിയുടെ പുതിയൊരു വീഡിയോയിലോട്ട് ഏവർക്കും സ്വാഗതം. ജോസ്മിയാണ് കേട്ടോ. ഇന്ന് ഞാൻ വന്നിരിക്കുന്നത് ഞാൻ കുറെ നാളുകൾക്ക് ഞാൻ ചെയ്യണമെന്ന് മനസ്സിൽ ഇങ്ങനെ വിചാരിച്ചുകൊണ്ടിരുന്ന ഒരു കാര്യമാണ്. പക്ഷെ ഞാൻ പിന്നെ അതങ്ങ് വിട്ടുപോയി. കാരണം എനിക്ക് മറവി രോഗം നന്നായിട്ടുണ്ട്. അത് കഴിഞ്ഞ് കുറച്ച് ആളുകൾ എന്നോട് റിക്വസ്റ്റ് ചെയ്തു വീഡിയോ ചെയ്യാമോ എന്നുള്ളത്. അന്നേരം ഞാൻ ചെയ്യാമെന്നൊക്കെ കരുതിയിരുന്നു. പക്ഷെ പിന്നെ ഞാനത് വിട്ടുപോയി. പക്ഷെ ഇന്ന് എനിക്ക് കൃത്യമായിട്ട് എനിക്ക് അതിന്റെ അത് റിമൈൻഡ് ചെയ്യിക്കാൻ പാകത്തിന് ഒരു ഇൻസിഡന്റ് ഉണ്ടായപ്പം ഞാൻ കയ്യോടെ ആ വീഡിയോ ഒക്കെ ചെയ്തേക്കാം. ഇല്ലെന്നുണ്ടെങ്കിൽ പിന്നെ ഞാൻ മറന്നു എന്റെ കാര്യമല്ലേ. അപ്പൊ എന്താണ് കാര്യം എന്ന് വെച്ച് കഴിഞ്ഞാല് നമുക്ക് പെൺകുട്ടികളെ സംബന്ധിച്ച് നമ്മുടെ ലൈഫിലെ ഒരു പാർട്ട് എന്ന് പറയാൻ പാകത്തിനുള്ളത് തന്നെയാണ് നമ്മുടെ ഈ ഒരു എല്ലാ മാസത്തിലും നമുക്ക് വരുന്ന നമ്മുടെ മെൻസസ് അല്ലെങ്കിൽ പീരിയഡ്സ് അല്ലെങ്കിൽ മാസമുറ എന്നൊക്കെ പറയുന്നത് അല്ലെ. അപ്പം ഭൂരിഭാഗം ആളുകളെ സംബന്ധിച്ചും എല്ലാ മാസവും കറക്റ്റ് അവരുടെ സൈക്കിൾ അങ്ങ് പോയിക്കൊണ്ടിരിക്കും. അതായത് 32 ഡേയ്സ് കൂടുമ്പോൾ അല്ലെങ്കിൽ 30 ഡേയ്സ് കൂടുമ്പോൾ 28-26 ഡേയ്സ് കൂടുമ്പോൾ അവർക്ക് ഇങ്ങനെ വന്നുകൊണ്ടേയിരിക്കും. പക്ഷെ ചിലരെ സംബന്ധിച്ച് ഈ പീരീഡ്സ് എന്ന് പറയുന്നത് ഇറഗുലർ ആകാറുണ്ട്. ചിലപ്പോൾ വേണമെങ്കിൽ അത് ഹോർമോണൽ ചേഞ്ചസ് ഉണ്ടാകാം, അല്ലെന്നുണ്ടെങ്കിൽ നമ്മൾ പെട്ടെന്നൊരു ഡയറ്റിൽ ഒരു ചേഞ്ചസ് വരുന്നുണ്ടാകാം, ക്ലൈമറ്റിന്റെ ആകാം, PCOD, PCOS, തൈറോയിഡ്, അങ്ങനെ എന്തെങ്കിലും പ്രശ്നങ്ങൾ കൊണ്ടൊക്കെ ആകാം നമുക്ക് നമ്മുടെ പീരീഡ്സ് കറക്റ്റായിട്ട് വരാതിരിക്കുന്നത്. പിന്നെ ചില ഒരാളുകളെ സംബന്ധിച്ച് പീരീഡ്സ് കറക്റ്റ് ആയിരിക്കും, പക്ഷെ നമുക്ക് ആ ഒരു പീരീഡ്സ് ഉള്ള സമയത്ത് നമുക്കൊക്കെ വേണമെങ്കിൽ നമുക്ക് അങ്ങനെയാണ്. നമ്മുടെ കറക്റ്റ് പീരീഡ്സ് ആവുന്ന ഒരു സമയത്തായിരിക്കും നമുക്ക് എന്തെങ്കിലും ഒരു ഒഴിവാക്കാൻ മേലാത്ത നല്ലൊരു ഫംഗ്ഷനും കാര്യങ്ങളോ അല്ലെങ്കിൽ ചിലപ്പോൾ ടൂറോ എന്തെങ്കിലുമൊക്കെ നമുക്ക് വന്ന് ചാടുന്നത്. അപ്പൊ നമ്മളിങ്ങനെ ചിന്തിക്കും, അടുത്ത ആഴ്ച എനിക്ക് ടൂറിന് പോകണമായിരുന്നു, അല്ലെങ്കിൽ എനിക്ക് ഇനി ഒരു ഫംഗ്ഷൻ ഉണ്ടായിരുന്നു, ഇതൊന്ന് കുറച്ച് നേരത്തെ ഒന്ന് ആയായിരുന്നെങ്കിൽ എന്ന് ചിന്തിക്കാത്തവരായിട്ട് ആരും തന്നെ ഉണ്ടാകുമെന്ന് ഞാൻ കരുതില്ല. അപ്പം ഈ രണ്ട് കാറ്റഗറി പെട്ടവർക്കാണ്, അതായത് ഇറഗുലർ ആയിട്ട് പീരീഡ്സ് വരുന്നവർക്ക് വേണ്ടിയിട്ട്, പിന്നെ പീരീഡ്സ് ഒരു ഇച്ചിരി നേരത്തെ ആയിരുന്നെങ്കിൽ എന്ന് ചിന്തിക്കുന്ന ആളുകൾക്ക് വേണ്ടിയിട്ടാണ് ഞാൻ ഇന്നത്തെ വീഡിയോ ഡെഡിക്കേറ്റ് ചെയ്യുന്നത്. അടിപൊളി ടിപ്പ് എന്ന് പറഞ്ഞാൽ അടിപൊളി ടിപ്പാണ് ഇത് ഞാൻ ഈ ടിപ്പ് കണ്ടുപിടിച്ചത് ഞാനാണോ എന്ന് എനിക്കൊരു സംശയമുണ്ട്. പക്ഷെ നിങ്ങൾ എന്നെ പുച്ഛിച്ച് തള്ളണ്ട. എനിക്ക് അത്രയ്ക്കും ഒരു 4 മാസമായിട്ട് ഇതിങ്ങനെ അത്ഭുതത്തോടെ നോക്കി കണ്ടുകൊണ്ടിരിക്കുന്ന ഒരാളാണ്. ഇത് എന്താണ് ഇങ്ങനെ സംഭവിക്കുന്നത്, ഇത് കറക്റ്റ് എന്തൊരു മെഡിസിൻ ആണ് ഇത് നീ കരുതിക്കൊണ്ട് സാധനം. മെഡിസിൻ എന്ന് പറഞ്ഞാൽ പുറമേ നിന്ന് വാങ്ങുന്നല്ലോ കേട്ടോ, നമ്മുടെ വീട്ടിൽ തന്നെ ഉള്ള കാര്യമാണ്. അപ്പം ഈ ഒരു സംഭവം നമ്മൾ കഴിച്ചു കഴിഞ്ഞാൽ, നമ്മൾ ഉപയോഗിച്ച് കഴിഞ്ഞാൽ മണിക്കൂറുകൾ നമുക്ക് പീരീഡ്സ് ആകും എന്നുള്ളതാണ്. എനിക്ക് അതിന്റെ ഒരു വലിയ തെളിവ് ഞാൻ മാത്രമേ ഉള്ളൂ. എനിക്കിപ്പോ എന്നെ മാത്രമേ കാണിക്കാൻ പറ്റുള്ളൂ. ഈ മാസം ഞാനിപ്പോ അത് അനുഭവിച്ചുകൊണ്ടിരിക്കുകയാണ്. അതുകൊണ്ടാണ് ഞാൻ ഇത്ര കോൺഫിഡന്റോട് നിങ്ങളുടെ മുമ്പിൽ വന്ന് പറയുന്നത്. അപ്പൊ ഞാൻ വലിച്ചു നീട്ടുന്നില്ല. അപ്പം എന്താണ് സംഭവം, എന്താണ് ആ ടിപ്പ് എന്നുള്ളത് നിങ്ങൾ അറിയാൻ വേണ്ടിയാണല്ലോ വന്നിരിക്കുന്നത്. അപ്പൊ അത് നിങ്ങൾ അറിയുന്നതിന് മുമ്പ് ഒരു സ്നേഹ സമ്മാനം എന്നോണം ഇത്രയും കഷ്ടപ്പെട്ട ടിപ്പ് എന്ന് പറയുന്നില്ലേ, നിങ്ങൾ ആ സബ്സ്ക്രൈബ് ബട്ടനെ ഒന്ന് പ്രസ് ചെയ്യുക. ആ സബ്സ്ക്രൈബ് ബട്ടന്റെ തൊട്ടടുത്ത ബെല്ലൈക്കണും കൂടി ഉണ്ട്, അതിലും വെറുതെ ഒന്ന് തോണ്ടി വിടുക. അപ്പോൾ ഓളെന്നൊക്കെ പറഞ്ഞു വരും. അപ്പൊ ആ ഓളും കൂടി ഇത് സെലക്ട് ചെയ്ത് വിട്ട് കഴിഞ്ഞാൽ ഞാൻ വളരെ സന്തോഷവതിയായി തന്നെ. അപ്പൊ നമുക്ക് നമ്മുടെ വീഡിയോയിലോട്ട് കിടക്കാം. അപ്പോൾ എന്താണ് ആ ടിപ്പ് എന്നുള്ളതല്ലേ നിങ്ങൾക്ക് അറിയേണ്ടത്, വേറെ ഒന്നുമല്ല. ഗാർലിക് സോസ് നിങ്ങൾ കേട്ടിട്ടുണ്ടോ? അങ്ങനെ ഒരു സംഭവം ഉണ്ട്. ഇത് കേൾക്കാത്തവരുടെ ആരും തന്നെ ഉണ്ടാവില്ല. കാരണം ഇപ്പൊ എല്ലാവരും ഈ ചാക്കോളും നമ്മൾ ഈ എന്താ പറയുക ഗ്രിൽ ചിക്കനും KFCയുടെ ഒക്കെ കൂടുതൽ ഒരു വൈറ്റ് സാധനം നമുക്ക് കിട്ടത്തില്ലേ. ഇതാണ് ഞാൻ പറയുന്ന ടിപ്പ്. ഇത് അതായത് പീരീഡ്സ് റെഗുലർ ആകാൻ വേണ്ടിയിട്ട് ഈ ഗാർലിക് സോസ് എന്ന് പറയുന്നത് ഒരു മെഡിസിൻ ആയിട്ട് നമുക്ക് ഉപയോഗിക്കാം എന്നുള്ളത് ഇതിനു മുമ്പ് ആരെങ്കിലും യൂട്യൂബിൽ തന്നെ ചെയ്തിട്ടുണ്ടോ എന്നൊന്നും എനിക്കറിയത്തില്ല. എൻ്റെ അറിവിൽ ഇത് ഞാൻ ആദ്യമായിട്ട് എനിക്കാണ് ഇങ്ങനെ ഒരു റിസൾട്ട് എനിക്ക് കിട്ടിയിട്ടുള്ളത്. എനിക്കവിടെ വേറെ ആരും ചെയ്തിട്ടുണ്ടെങ്കിൽ നിങ്ങളത് പറഞ്ഞേരെ. അപ്പൊ ഈ ഗാർലിക് സോസ് എന്ന് പറയുമ്പം നമ്മുടെ വീട്ടിൽ തന്നെ ഉണ്ടാക്കിയിരിക്കുന്ന ഗാർലിക് സോസ് ആവണം. നിങ്ങൾ പുറമേന്ന് പോയിട്ട് വാങ്ങുന്നതല്ല, നമ്മുടെ വീട്ടിൽ തന്നെ ഉണ്ടാക്കുന്നതായിരിക്കണം. അപ്പം വീട്ടിൽ ഉണ്ടാക്കുന്നത് എങ്ങനെയാണെന്ന് നിങ്ങൾക്ക് ആർക്കെങ്കിലും, എനിക്കൊന്ന് യൂട്യൂബിൽ ഒരുപാട് വീഡിയോസ് ഉണ്ട് എങ്ങനെയാണ് ഗാർലിക് സോസ് ഉണ്ടാക്കുന്നത് എന്നുള്ളത്. അപ്പൊ നിങ്ങൾക്കത് അറിയത്തില്ല, നിങ്ങൾക്കൊന്ന് അറിയണം എന്നുണ്ടെങ്കിൽ ഒന്ന് ആരെങ്കിലും ഒരാൾ തന്നെ കമന്റ് ചെയ്യുവാണെന്നുണ്ടെങ്കിൽ ഞാൻ അടുത്ത ദിവസം ആ ഒരു വീഡിയോ ചെയ്യുന്നതായിരിക്കും. കാരണം ഒരാൾക്ക് ഉപകാരപ്പെടുമല്ലോ. അപ്പൊ ഞാൻ ഒരു മിനിറ്റിന്റെ ഒക്കെ ഒരു വീഡിയോ ആയിട്ട് മാക്സിമം വെച്ചിട്ട് ഞാൻ ഷോർട്ട് വീഡിയോ ആയിട്ട് ഞാനത് അപ്ലോഡ് ചെയ്തേക്കാം. അപ്പൊ ഞാൻ നിങ്ങളോട് പറയാനുള്ള കാര്യം, നിങ്ങൾ ഇറഗുലർ പീരീഡ്സ് ഉള്ള വ്യക്തിയാണെങ്കിൽ ഞാൻ ഈ പറയുന്നത് ഇതിന്റെ എൻഡ് വരെ ഒന്ന് ശരിക്കും കേൾക്കണം. ഇടയ്ക്ക് വെച്ച് സ്കിപ്പ് ചെയ്ത് പോകരുത്. കാരണം എനിക്ക് എന്താണ് സംഭവിച്ചത്, ഈ 4 മാസത്തിനിടയിൽ എനിക്ക് എന്താണ് സംഭവിച്ചതെന്നുള്ളത് ഞാൻ കൃത്യമായിട്ട് നിങ്ങൾക്ക് ഞാൻ പറഞ്ഞു തരുന്നുണ്ട്. അപ്പൊ ഞാൻ എടുത്തു പറയുന്നു, നമ്മൾ വീട്ടിൽ തന്നെ, അതായത് ഈ ഗാർലിക് സോസ് എന്ന് പറയുമ്പോൾ നമ്മുടെ വീട്ടിൽ തന്നെ ഉള്ള കാര്യങ്ങൾ വെച്ചാണല്ലോ നമ്മൾ ഉണ്ടാക്കുന്നത്. അപ്പം അത് നമ്മൾ കഴിക്കണം. ഇതിന്റെ എങ്ങനെയാണ് എനിക്ക് ചേഞ്ചസ് വന്നതെന്ന് വെച്ച് കഴിഞ്ഞാല്, എനിക്ക് നോർമലി കേട്ടോ, ഇത് എനിക്ക് ഫസ്റ്റ് ഇത് സംഭവിച്ചത് ഒരു 5-6-7-8 മാസങ്ങൾക്കൊക്കെ മുമ്പാണ്. അപ്പൊ ഈ മാസം വരത്തേക്ക് ഒരു 4 തവണ എനിക്ക് ഇതിന്റെ ഒരു റിസൾട്ട് വന്നു. ഇത് കഴിച്ചത് കൊണ്ട് എന്റെ പീരീഡ്സ് എനിക്ക് അതായത് ഡേറ്റ് തെറ്റി എനിക്ക് വന്നു എന്നുള്ളതാണ്. അപ്പം അതെങ്ങനെയാന്ന് ഞാൻ പറഞ്ഞുതരാം. ഡേറ്റ് തെറ്റി നല്ല കറക്റ്റ് ആയിട്ട് വന്നു എന്നുള്ളത്. അപ്പം ഞാൻ എൻ്റെ ഡെലിവറിക്ക് മുമ്പ് എൻ്റെ പീരീഡ്സ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ കറക്റ്റ് ആയിരുന്നു. പക്ഷെ ചിലപ്പോൾ 1-2 ദിവസമൊക്കെ അങ്ങോട്ടൊക്കെ മാറുമായിരുന്നു. എൻ്റെ ഡെലിവറിക്ക് ശേഷം 8 മാസത്തോളം എനിക്ക് പീരീഡ്സ് ആയിട്ടില്ല. പിന്നെ എനിക്ക് പീരീഡ്സ് ആയെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അതെനിക്ക് എല്ലാ മാസവും കറക്റ്റ് ഒരൊറ്റ ഡേറ്റിലാണ് എനിക്ക് വന്നുകൊണ്ടിരുന്നത്. 1-2 ദിവസം പോലും അങ്ങോട്ട് മാറില്ല. കറക്റ്റ് ഡേറ്റിൽ ഇങ്ങനെ
കൃത്യമായി ഞാനിങ്ങനെ പോയിക്കൊണ്ടിരിക്കുന്ന സമയത്ത് പെട്ടെന്ന് ഒരു ദിവസം എനിക്ക് എൻ്റെ പീരീഡ്സ് അങ്ങ് സ്റ്റോപ്പായി. ആ ഒരു മാസം എനിക്ക് പീരീഡ്സ് വന്നില്ല. അങ്ങനെ 30 ദിവസം കഴിഞ്ഞു, 40 ദിവസം കഴിഞ്ഞു, 50 ദിവസം കഴിഞ്ഞു, എനിക്ക് പീരീഡ്സ് ആവുന്നില്ല. പ്രഗ്നൻസിൻ്റെതായ നിങ്ങളിപ്പോൾ ചിന്തിക്കും പോലെ തന്നെ ഞാനും എൻ്റെ ഹസ്ബൻഡും അറിഞ്ഞുകൊണ്ട് യാതൊരു സാധ്യതയും ഇല്ലാതിരുന്നിട്ട് കൂടെ ഞങ്ങളൊരു കിറ്റ് വാങ്ങി ഞങ്ങൾ ടെസ്റ്റ് ചെയ്ത് നോക്കുന്നു, നെഗറ്റീവ് എന്ന് വന്നു. അങ്ങനെ ആ കിറ്റ് വെറുതെ നശിക്കുന്നു. അങ്ങനെ അതൊന്നും അല്ലാന്ന് മനസ്സിലാവുന്നു. ഇതെന്താ സംഭവം, ഇനി PCOD ആണോ, ഇനി PCOS ആണോ, പെട്ടെന്ന് എന്താണ് സംഭവം എന്നൊന്നും അറിയത്തില്ല. അപ്പോൾ ഇത് ആവുന്നേ ഇല്ല, സംഭവം ഇങ്ങനെ ആവുന്നേ ഇല്ല. അപ്പോൾ നമ്മൾ നോർമലി നമുക്ക് പീരീഡ്സ് ആവാതിരിക്കും. എനിക്ക് എൻ്റെ ലൈഫിൽ ആദ്യമായിട്ടാണ് എനിക്ക് പീരീഡ്സ് അങ്ങനെ തെറ്റുന്നൊരു അനുഭവം വരുന്നത്. അപ്പോൾ ഞാൻ കരുതി പെട്ടെന്ന് ഇവിടെ ക്ലൈമറ്റ് ചേഞ്ചസ് ഒക്കെ വന്നതുകൊണ്ട് കുറേ മാസങ്ങൾക്ക് മുമ്പാണ്. അപ്പം അതുകൊണ്ട് ചിലപ്പോൾ ആയിരിക്കാം എന്നെല്ലാം കരുതിക്കൊണ്ട് കുറച്ച് ദിവസം കൂടെ ആശ്വസിച്ചു. പക്ഷേ 50 ദിവസമായി, 55 ദിവസമായി, 56 ദിവസം, 57 ദിവസം ആകുമ്പോൾ നമുക്ക് ടെൻഷനാണല്ലോ. അപ്പോൾ പിന്നെ നമ്മൾ യൂട്യൂബിൽ തപ്പിയപ്പം ഒരുപാട് ഡ്രിങ്ക്സ് ഉണ്ട് നമുക്ക് പീരീഡ്സ്. നിങ്ങൾ ഈ ഡ്രിങ്ക് കുടിച്ചു കഴിഞ്ഞാൽ 5 മിനിറ്റിനുള്ളിൽ നിങ്ങൾക്ക് പീരീഡ്സ് ആവും, ഈ ഡ്രിങ്ക് കുടിച്ചു കഴിഞ്ഞാൽ നിങ്ങൾക്ക് 1 മണിക്കൂറിനുള്ളിൽ പീരീഡ്സ് ആവും എന്നൊക്കെ പറഞ്ഞിട്ട് കുറേ വീഡിയോസ് അതിനകത്തുണ്ട്. ഞാൻ അതിനകത്ത് ഓൾമോസ്റ്റ് കണ്ട എല്ലാ ഡ്രിങ്ക്സും ഞാൻ കുടിച്ചു. പക്ഷെ എനിക്ക് വാഷ്റൂമിൽ നിന്ന് എണീക്കാൻ സമയം കിട്ടിയില്ല എന്നുള്ളതാണ്. കുറെ വായിക്കൂടെയും കുറെ ലൂസ് മോഷനായിട്ടും എനിക്കിങ്ങനെ എല്ലാം കുടിച്ചതിന്റെ ഭാഗമായിട്ട് എനിക്ക് പോയിക്കൊണ്ടിരുന്നത്. അതായത് വരേണ്ട സാധനം കൃത്യമായിട്ട് എനിക്ക് വന്നിട്ടുണ്ടായിരുന്നില്ല. അത് കഴിഞ്ഞ് കുറെ ഫ്രൂട്ട്സ് കുറെ പേര് സജസ്റ്റ് ചെയ്തു, പൈനാപ്പിൾ കഴിക്കുക, പപ്പായ കഴിക്കുക. അങ്ങനെ എനിക്ക് സത്യം പറഞ്ഞു കഴിഞ്ഞാൽ ഇവിടുത്തെ പൈനാപ്പിൾ എനിക്ക് തീരെ ഇഷ്ടമല്ല, അല്ലെങ്കിൽ ഇവിടുത്തെ പപ്പായ എനിക്ക് തീരെ ഇഷ്ടമല്ല. ഈ 2 സാധനം ഇഷ്ടമല്ല, ഇവിടുത്തെ നാട്ടിലിഷ്ടം കേട്ടോ. അതെനിക്ക് ഇഷ്ടമല്ലാഞ്ഞിട്ട് കൂടെയും ഒരു വലിയ പപ്പായയും പൈനാപ്പിളും ഒക്കെ വാങ്ങി ഞാനത് ഫുള്ള് കഴിച്ചു. എനിക്കിതെല്ലാം കഴിച്ചിട്ട് എനിക്ക് സത്യം പറയാം എന്നെ തന്നെ എൻ്റെ വയറ് തന്നെ എനിക്ക് ഇഷ്ടമല്ലാത്ത ലെവലിൽ എനിക്ക് അത്രയും മോശമായി. പക്ഷെ എനിക്ക് സംഭവം നടക്കുന്നില്ല. അങ്ങനെ ഞാൻ എക്സസൈസ് ഒക്കെ ചെയ്തു. PCOSനും PCODക്കും ഉള്ള എക്സസൈസ് ഒക്കെ ഉണ്ട്. അപ്പോൾ ഞാൻ അത് ചെയ്തു. അപ്പോൾ ഞാൻ ആ ഒരു സമയത്ത് എല്ലാവരും എനിക്ക് സജസ്റ്റ് ചെയ്ത കാര്യം, ഗൂഗിളൊക്കെ സെർച്ച് ചെയ്തപ്പോൾ സജസ്റ്റ് ചെയ്ത കാര്യം നമ്മൾ ചിക്കൻ ഒഴിവാക്കുക. കാരണം ഞാൻ നന്നായി ചിക്കൻ കഴിക്കുന്ന ഒരാളാണ്. അപ്പോൾ അതിനകത്ത് കുറേ ഹോർമോൺസ് ഉണ്ടല്ലോ, അത് ഒഴിവാക്കുക എന്നുള്ള ലെവലിലാണ് എല്ലാവരും പറഞ്ഞുകൊണ്ടത്. അപ്പോൾ ഞാൻ എന്ത് ചെയ്തു, ഈ ഒരു ഇപ്പം പറഞ്ഞ 50-60 ദിവസത്തോളം ഞാൻ എൻ്റെ അതായത് ചിക്കൻ കഴിക്കൽ ഞാൻ ഒഴിവാക്കി വെച്ചേക്കാണ്. ചിക്കൻ ഞാൻ കഴിക്കുന്നില്ല കേട്ടോ. പക്ഷെ ഇത്രയും ദിവസമായിട്ടും ഇതിന് യാതൊരു അനക്കവും കാണുന്നില്ല. പിന്നെ ഞങ്ങൾ തീരുമാനിച്ചു എന്നാൽ ഹോസ്പിറ്റലിൽ പോയേക്കാം, ചിലപ്പോൾ വേണമെങ്കിൽ PCOD PCOS എന്തെങ്കിലും ആക്കാം. അപ്പം തുടക്കത്തിൽ തന്നെ ചെയ്ത് കഴിഞ്ഞാൽ PCOS ഒക്കെ ആണെന്നുണ്ടെങ്കിൽ നമ്മൾ എപ്പോഴും എക്സസൈസ് ചെയ്യണമല്ലോ. അപ്പം എനിക്ക് ആ ഒരു മടി ഉണ്ടായിരുന്നു. അപ്പം ഞാൻ പോയി കഴിഞ്ഞ് കഴിഞ്ഞാൽ ഡോക്ടർ എന്തായാലും എല്ലാ ദിവസവും നടക്കാനും കൃത്യമായിട്ട് ഞാൻ ആ ഒരു റുട്ടീൻ കീപ്പ് ചെയ്യേണ്ടതുകൊണ്ട് ആ ഒരു മടി കൊണ്ട് അങ്ങനെ പറയുമല്ലോ എന്ന് ഓർത്തുകൊണ്ട് എനിക്ക് പോകാൻ മടിയായിട്ടേ വെച്ചോണ്ട്. പക്ഷെ പിന്നെ ഞാൻ ഓർത്ത് ആദ്യം പോയിട്ട് കാണിക്കുവാണെങ്കിൽ പിന്നെ അത് തുടക്കത്തിൽ തന്നെ തീരുമല്ലോ, പിന്നെ വലുതാക്കാൻ നിൽക്കണ്ടല്ലോ എന്നൊക്കെ കരുതിക്കൊണ്ട് ഹോസ്പിറ്റലിൽ പോകാൻ ഞങ്ങൾ തീരുമാനിച്ചു. ഹോസ്പിറ്റലിൽ ഞാൻ സ്പീഡിൽ പറയുന്നത് ഒരുപാട് സമയം എടുക്കാതിരിക്കാൻ വേണ്ടിയാട്ടോ, നിങ്ങൾക്ക് മനസ്സിലാവുന്നുണ്ടെന്ന് ഞാൻ കരുതുന്നു കേട്ടോ, ക്ഷമിക്കണേ. അപ്പോൾ ഹോസ്പിറ്റലിൽ പോകാൻ തീരുമാനിച്ച് അന്ന് രാത്രി ഞാൻ തീരുമാനിച്ചു എത്രയും ദിവസം ഞാൻ ചിക്കൻ കഴിക്കാതിരുന്നില്ലേ, എന്നാൽ ഇന്ന് ഞാൻ ചിക്കൻ കഴിക്കാൻ പോകാമെന്നും കരുതി ഞാനൊരു ചിക്കൻ എടുത്തിട്ട് ഞാൻ ആദ്യമായിട്ട് നമ്മുടെ ചാർക്കോൾ ചിക്കൻ ഞാൻ ഉണ്ടാക്കി. ചാർക്കോൾ ചിക്കൻ്റെ ഒപ്പം എനിക്ക് ഭയങ്കര ഇഷ്ടമാണ് ഈ ഗാർലിക് സോസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ. അപ്പോൾ ഞാൻ ഈ ഗാർലിക് സോസും ഞാൻ വീട്ടിൽ തന്നെ ഉണ്ടാക്കിയതാണ്. വീട്ടിൽ തന്നെ ഉണ്ടാക്കി കൂടുതൽ ഒരു ഡ്രിങ്ക് എന്ന പോലെ മൗണ്ടൻ ഡ്യൂ നമ്മൾ വാങ്ങിയിട്ടുണ്ടായിരുന്നു. അപ്പം അന്ന് രാത്രി ഞാൻ ഈ ഒരു ചിക്കനും ഗാർലിക് സോസും ഞാൻ കഴിക്കുകയാണ്. അന്ന് ഫസ്റ്റത്തെ ഞാൻ ആദ്യമായിട്ട് ട്രൈ ചെയ്യുവാണ് ഗാർലിക് സോസും ചാർക്കോൾ ചിക്കനും. അപ്പം അതിനകത്ത് ഞാൻ ഒരൊറ്റ എഗ് വൈറ്റ് വെച്ചിട്ടാട്ടോ ഞാൻ ഉണ്ടാക്കിയത്. കാരണം നിങ്ങൾക്കറിയാം ഗാർലിക് സോസ് എഗ് വൈറ്റും വെളുത്തുള്ളിയും നമ്മുടെ സൺഫ്ലവർ ഓയിലും ഇച്ചിരി ഉപ്പും മാത്രമേ നമുക്ക് ആവശ്യമുള്ളൂ, നാരങ്ങ ആവശ്യമുള്ളൂ. അപ്പോൾ അതുകൊണ്ട് എളുപ്പമുള്ള പണിയാണല്ലോ. അപ്പോൾ ഞാൻ അന്ന് കുറച്ച് മാത്രമേ ക്വാണ്ടിറ്റി ഉണ്ടാക്കിയുള്ളൂ. പക്ഷെ അതിലും കൂടുതലും കഴിച്ചത് ഞാനാണ്. ഇത് ഞാൻ കഴിച്ച് അപ്പോൾ ഞാൻ പറഞ്ഞു എൻ്റെ കോമ്പിനേഷൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈ ഗാർലിക് സോസ്, ഈ ഒരു ചാർക്കോൾ ചിക്കൻ, കുറച്ച് മൗണ്ടൻ ഡ്യൂ ഉണ്ടായിരുന്നു. അപ്പം ഇത് കഴിച്ച് കഴിഞ്ഞിട്ട് കുറച്ച് സമയം കഴിയുമ്പോൾ തൊട്ട് എനിക്ക് ഭയങ്കരമായിട്ട് വയറുവേദന എടുക്കാൻ തുടങ്ങി. അപ്പം വയറുവേദന എന്ന് പറഞ്ഞാൽ വയറിൻ്റെ ഒരു പുകച്ചിൽ എന്നാണ്. നമുക്ക് പീരീഡ്സ് ഒക്കെ വരാൻ നേരത്തൊക്കെ നമ്മുടെ ഒരു വയറിൻ്റെ ഒരു ഇറിറ്റേഷൻ ഇല്ലേ, ആ സംഭവമാണ് എനിക്ക് വരുന്നത്. അപ്പോൾ ഇത് ഞാൻ ഓർത്ത് എന്തായിരിക്കും സംഭവം, അപ്പം ചിലപ്പോൾ വേണമെങ്കിൽ ഗാർലിക് ഒരുപാട് കഴിച്ചുകൊണ്ടായിരിക്കും. പിന്നെ ഇതിനകത്ത് വേറെ ഒന്നുണ്ട്, നമ്മുടെ ഈ ഗൂഗിളിലൊക്കെ സെർച്ച് ചെയ്ത് കഴിഞ്ഞപ്പോൾ പറയുന്നുണ്ട് നമ്മൾ ഗാർലിക് വെള്ളം കുടിച്ചു കഴിഞ്ഞാൽ നമുക്ക് പീരീഡ്സ് ആവാൻ വേണ്ടി നല്ലതാണ്, ബോഡീനെ ഹീറ്റ് ആക്കും എന്നൊക്കെ അതിനകത്ത് പറയുന്നുണ്ട്. പക്ഷെ എനിക്ക് ഗാർലിക് എന്ന് പറയുന്ന സാധനം എനിക്ക് അങ്ങനെ വെള്ളമായി കുടിക്കാൻ എനിക്ക് ഭയങ്കര മടിയായിരുന്നു. അതുകൊണ്ട് എനിക്കത് കഴിക്കാൻ തോന്നില്ല. ഞാൻ അത് മാത്രം ഞാൻ ട്രൈ ചെയ്തിട്ടുണ്ടായിരുന്നില്ല എന്നുള്ളത് ഒരു സത്യമായ കാര്യമാണ്. എന്നിട്ടാണ് ഗാർലിക് സോസ് ഞാൻ ഇതിൻ്റെ കൂട്ടത്തിൽ, അതായത് ചിക്കൻ ഞാൻ അവിടെ ചിക്കൻ്റെ എൻ്റെ ആ ഒരു ഒഴിവാക്കലും എനിക്ക് അതായത് ബ്രേക്ക് ചെയ്തിട്ട് ഞാൻ കഴിക്കുവാണ്. അപ്പം ഞാനിതെല്ലാം കഴിച്ച് എനിക്ക് പിന്നെ വയറുവേദനയായി. കുറച്ച് മണിക്കൂർ കഴിഞ്ഞപ്പോഴത്തേക്ക് ഞാൻ കിടന്നു. രാത്രി ഡിന്നറാണ് ഞങ്ങളിത് കഴിക്കുന്നത്. കുറച്ച് മണിക്കൂർ കഴിഞ്ഞ് എനിക്കൊന്നും ഒരു 4-5 മണിക്കൂറായി. ഞാൻ ആ വേദന എനിക്ക് അതേപടി ഉണ്ട്. അപ്പം ഞാൻ കുറേ വെള്ളമൊക്കെ കുടിക്കുന്നു, പ്രശ്നം മാറുന്നൊന്നുമില്ല. കുറച്ച് കഴിഞ്ഞപ്പോഴത്തേക്ക് എനിക്ക് പീരീഡ്സ് ആയി. ആ ഒരു സമയത്ത് എനിക്ക് കാരണം നമ്മൾ ആകുന്നില്ലല്ലോ എന്ന് ഓർത്ത് ടെൻഷൻ അടിച്ച് ഇനി ഹോസ്പിറ്റലിലോട്ടൊക്കെ പോകണല്ലോ എന്നൊക്കെ ടെൻഷൻ അടിച്ച് ഇങ്ങനെ ഇരിക്കുന്ന സമയത്താണ് ഇതാവുന്നത്. പക്ഷെ അന്നെന്ന് പറയുമ്പോൾ ഞാൻ കംപ്ലീറ്റ്ലി ഗാർലിക് സോസിനെ ഞാൻ ഡൗട്ട് ചെയ്തിട്ടുണ്ടായിരുന്നില്ല ഇതുകൊണ്ടാണെന്നുള്ളത്. കാരണം ഞാൻ പറഞ്ഞില്ല, ഞാൻ കുടിക്കാത്ത ഡ്രിങ്ക്സ് ഒന്നും ഉണ്ടായിരുന്നില്ല, ഞാൻ കഴിക്കാത്ത ഫ്രൂട്ട്സ് ഒന്നും ഉണ്ടായിരുന്നില്ല. അപ്പം എക്സസൈസും ചെയ്തിട്ടുണ്ടായിരുന്നു. ചിലപ്പോൾ അതിൻ്റെയൊക്കെ റിസൾട്ട് കുറച്ച് ദിവസം കഴിഞ്ഞിട്ടായിരിക്കാം വരുന്നത് എന്നുള്ള ലെവലിൽ ഞാൻ അതിനെ ആ കൂട്ടത്തിൽ ഒരു ചെറിയ ചിന്ത പോയി. പക്ഷെ ഞാൻ അതിനെ അങ്ങനെ അങ്ങ് വിട്ടു കേട്ടോ.
പിന്നെ അത് കഴിഞ്ഞ് കറക്റ്റായിട്ട് വന്നുകൊണ്ടിരുന്നു, പീരീഡ്സ് എല്ലാം കറക്റ്റായിട്ട് വന്നു. അപ്പോൾ എനിക്ക് ഒരു 60-66 ദിവസത്തിന് ശേഷമാണ് എനിക്ക് അന്ന് പീരീഡ്സ് ആവുന്നത്. ഓക്കെ, അപ്പം അന്ന് ഞാൻ ഓർത്ത് ചിലപ്പോൾ ഫ്ലോ ഉണ്ടാവത്തില്ല, ഇനിയിപ്പം വേറെ എന്തെങ്കിലും എന്താ പറയുക ഡോട്ടൊക്കെ പോലെ ഉണ്ടാവുള്ളൂ, സ്പോട്ടിങ് മാത്രമേ കാണുള്ളൂ എന്നൊക്കെ കരുതി. പക്ഷെ കൃത്യമായിട്ട് നോർമലായിട്ട് വരുമ്പോൾ രീതിയിലൊക്കെ മര്യാദയ്ക്ക് തന്നെ വന്നു. അത് കഴിഞ്ഞ് 2-3 മാസം കഴിഞ്ഞു, 2-4 മാസം കഴിഞ്ഞു. പിന്നെ ഞാൻ ഒരു ദിവസം ചാർക്കോൾ എടുത്ത് കഴിക്കുകയാണ്. അപ്പം കറക്റ്റായിട്ട് എനിക്ക് പീരീഡ്സ് ആവുന്നുണ്ട് കേട്ടോ. അപ്പം ഞാൻ ഈ ചാർക്കോൾ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എനിക്ക് ഭയങ്കര ഇഷ്ടമുള്ളൊരു സംഭവമാണ്. അപ്പം ഞാൻ അതും പിന്നെ ഗാർലിക് സോസ് എന്തായാലും ഉണ്ടാവും. അപ്പം ചാർക്കോൾ ഉണ്ടാക്കി കഴിഞ്ഞ് കഴിഞ്ഞാൽ അങ്ങനെ 2-3 മാസം കഴിഞ്ഞപ്പോഴത്തേക്ക് ഞങ്ങൾ പിന്നെ ഒരു ദിവസം ഒരു മന്ത് എൻഡിന്റെ ഒരു ടൈമിലോട്ട്, അതായത് എനിക്ക് തോന്നുന്നു ഒരു 28-ാം തീയതി അങ്ങനെ ആ ഒരു സമയത്തൊക്കെയാണ് ഞാനത് കഴിക്കുന്നത്. അപ്പം ഞാനതങ്ങനെ അന്നും ഉണ്ടാക്കി കഴിക്കാൻ നേരത്തെ എനിക്ക് പിന്നെ പീരീഡ്സ് ആവേണ്ടത് ഒരാഴ്ച കഴിഞ്ഞിട്ടാണ് പീരീഡ്സ് ആവേണ്ടത്. അന്ന് ഞാനിത് കഴിച്ചപ്പം ഇത് കഴിച്ച് ഒരു എന്താ പറയുക ഒരു 2 മണിക്കൂർ ഒക്കെ ആയിക്കഴിഞ്ഞപ്പോഴത്തേക്കും എനിക്കത് ആ പീരീഡ്സ് ആയി. അന്നേരം ഞാൻ ഓർത്തു, അപ്പൊ ഈ ഗാർലിക് സോസ് തന്നെയാണോ ഈ സംഭവം, അതായത് നമുക്ക് പീരീഡ്സ് ഇങ്ങനെ വരുത്തുന്ന ഗാർലിക് സോസ് തന്നെയാണോ? ഞാൻ പിന്നെ വേറെ ഒന്നും കഴിച്ചിട്ടില്ലല്ലോ, അത് എനിക്ക് ആവേണ്ട ഒരു ഇതേ ഇല്ല. അപ്പം എനിക്ക് ആ ഒരു സമയത്ത് ഇത് കഴിച്ചു കഴിഞ്ഞപ്പോഴത്തേക്കും എനിക്ക് വയറ് ഇങ്ങനെ പുകയാൻ തുടങ്ങി. നമുക്ക് മനസ്സിലാവും നമ്മുടെ ബോഡീനെ എന്തൊക്കെയൊക്കെയോ നമ്മുടെ ബോഡിയിൽ എന്തൊക്കെയോ എടുത്ത് മറിച്ച് തിരിച്ച് എന്തൊക്കെയോ ആക്കുന്ന പോലെ നമുക്കൊരു ഫീല് വരും. എന്നിട്ടാണ് ഈ പീരീഡ്സ് അങ്ങോട്ടേക്ക് ആകുക. അപ്പൊ എനിക്ക് ഇതിനെ ഒരു എന്താ പറയാ, എനിക്കിതിൽ വിശ്വാസമായി. അപ്പോൾ ഗാർലിക് എന്ന് പറയുന്ന സംഭവം അടിപൊളിയാണ്, പക്ഷെ അത് ഇങ്ങനെ സോസ് ആയിട്ട് തന്നെ കഴിക്കണം എന്നുള്ളത് എനിക്ക് കഴിച്ചാൽ കുറച്ചും കൂടെ നല്ലതായിരിക്കും, പെട്ടെന്ന് റിസൾട്ട് കാണും പോലെ എനിക്ക് അന്ന് മനസ്സിലായി. പിന്നെ 3ാമത്തെ തവണയും ഒരു തവണ ഞാനിങ്ങനെ ഏകദേശം ഞങ്ങളൊരു മന്തിന്റെ സമയത്തൊക്കെയാണെന്ന് തോന്നുന്നു, അല്ലെങ്കിൽ എനിക്ക് പീരീഡ്സ് ആവേണ്ട ഒരു കുറച്ച് ദിവസങ്ങൾക്ക് മുമ്പാണ് ഞാൻ കഴിച്ചുകൊണ്ടിരുന്നത്. കറക്റ്റ് ഡേറ്റിൽ എനിക്ക് വന്നുകൊണ്ടിരുന്നതാണ് കേട്ടോ പീരീഡ്സ്. അപ്പം അന്നും എനിക്ക് ആ പീരീഡ്സ് ഞാൻ കഴിച്ച ദിവസം എനിക്ക് എൻ്റെ പീരീഡ്സ് ആയി. ഇന്നിപ്പോൾ 4ാമത്തെ തവണയാണ്. 4ാമത്തെ തവണ എന്ന് പറഞ്ഞാൽ ഇന്നിപ്പോൾ ഞാൻ ഒരു വീഡിയോ അപ്ലോഡ് ചെയ്യുന്നത് ഇന്ന് 25-26 കണ്ടാന്ന് തോന്നുന്നു. ഇന്നലെ ഞങ്ങൾ കഴിച്ചിട്ടുണ്ടായിരുന്നു. എനിക്ക് സത്യം പറഞ്ഞാൽ അടുത്ത മാസം ഏപ്രിൽ ഒരു 2nd വീക്കോട് കൂടിയിട്ടാണ് എനിക്ക് പീരീഡ്സ് ആവേണ്ടത്. ഇന്നലെ ഞാൻ കഴിച്ചത്, ഞാനിപ്പോൾ 2 ദിവസം കഴിയുമ്പോൾ നാട്ടിലോട്ട് പോകും. അപ്പോൾ അതുകൊണ്ട് കലാശക്കോട്ട എന്നുള്ള കുറച്ച് ഒരു ചാർക്കോളൊക്കെ കഴിക്കാം, ഗാർലിക് സോസ് ഒക്കെ ഉണ്ടാക്കാം. കാരണം ഫ്രിഡ്ജിൽ ഇരിക്കുന്ന ചിക്കനും കാര്യങ്ങളൊക്കെ തീർത്തിട്ട് പോകാന്നുള്ള ലെവലിൽ ഞാനും ഉണ്ടാക്കി ഗാർലിക് സോസ് കഴിച്ചു. ഞാനപ്പോൾ എൻ്റെ ഈ ചാനൽ ഇവിടെ ഞാൻ പറയുന്നത് മിക്കവാറും ഞാനിത് കഴിച്ച് എനിക്ക് വേണമെങ്കിൽ പീരീഡ്സ് ആവാൻ സാധ്യത. കാരണം എനിക്കിപ്പോൾ പീരീഡ്സ് എനിക്ക് ആവശ്യമില്ല. കാരണം ഞാൻ വീട്ടിലെത്തി കഴിഞ്ഞിട്ട് എനിക്ക് പീരീഡ്സ് വന്നാൽ മതി, അല്ലെങ്കിൽ നമ്മൾ ട്രാവൽ ചെയ്യാൻ നേരത്ത് ബുദ്ധിമുട്ടായിരിക്കില്ല. കാരണം ഞാൻ 2 ദിവസം കഴിയുമ്പോഴത്തേക്ക് ഞാൻ പോകും. ഞാൻ ഇന്നലെ ആ സംഭവം കഴിച്ച് നിങ്ങൾ വിശ്വസിക്കുമെന്ന് അറിയില്ല. ഞാൻ പഠിച്ചാണ് പറഞ്ഞിട്ട് എനിക്ക് വയറിന് അസ്വസ്ഥത തുടങ്ങിയിട്ടുണ്ട്, എനിക്ക് വയറിന് വേദന തുടങ്ങിയിട്ടുണ്ട് എന്ന് പറഞ്ഞു. ഒരു 2-3 മണിക്കൂറായപ്പോഴത്തേക്കും എനിക്ക് കിടക്കാൻ പറ്റുന്നില്ല. ഞാൻ എണീറ്റിട്ട് വാഷ്റൂമിൽ പോയി വെള്ളം കുടിക്കാൻ വേണ്ടിയിട്ട്, അപ്പോൾ വാഷ്റൂമിലും കൂടെ പോയി നോക്കുമ്പോൾ എനിക്കിതാ ബ്ലഡ് വന്നിരിക്കുന്നു. ഞാൻ ഓർത്തി ഇത് എന്തൊരു ശല്യമാണ്. ഇപ്പോൾ സത്യം പറഞ്ഞ് ഇത് കഴിച്ചു കഴിഞ്ഞാൽ മനുഷ്യന് എനിക്ക് ഏറ്റവും ഇഷ്ടമുള്ളൊരു സാധനമാണ്. പക്ഷെ ഇത് കഴിച്ച് നമുക്ക് പീരീഡ്സ് എത്ര ദിവസം മുമ്പാണ് വന്നേക്കുന്നതെന്നും കൂടി ഒന്ന് ചിന്തിക്കണം. ഇത് കഴിച്ചിട്ട് എനിക്ക് എന്ന് വരേണ്ടതെന്നറിയാമോ? 2 ആഴ്ച കഴിഞ്ഞിട്ട് വരേണ്ട സംഭവമാണ്. ഞാൻ ഇന്ന് അത് കഴിച്ചതിൻ്റെ ഭാഗമായിട്ട് എനിക്കത് വന്നിരിക്കുന്നു. അപ്പോൾ എനിക്കിത് പൂർണ്ണമായിട്ട് ഞാൻ അന്നേരപ്പോൾ തന്നെ ഞാൻ ചിന്തിച്ചു, ഇത് എന്തായാലും നിങ്ങളോട് ഞാൻ വന്ന് പറഞ്ഞിരിക്കണം. കാരണം വെച്ചാൽ ഗാർലിക് സോസ് ഞാൻ ചാർക്കോളിലൊപ്പം ഇട്ടാം, മൗണ്ടൻ ഡ്യൂ ഉണ്ട്. അപ്പം എനിക്ക് നിങ്ങളോട് പറയാനുള്ളത്, നിങ്ങൾക്ക് ഇറഗുലർ പീരീഡ്സ് ആണ്, നിങ്ങൾക്ക് പീരീഡ്സ് ആവുന്നില്ലേ, ഡിലേ ആവണം, ഒന്ന് നിങ്ങൾ ട്രൈ ചെയ്ത് നോക്കുക. ഈ ഗാർലിക് സോസ് വളരെ എളുപ്പമാണ്. നിങ്ങൾ എന്തെങ്കിലും കുബൂസിൻ്റെ ഒപ്പം അല്ലെങ്കിൽ നിങ്ങൾക്ക് ഇഷ്ടമുള്ള എന്തെങ്കിലും ഒരു സംഭവത്തിനും ചിക്കൻ്റെ ഒപ്പം നിങ്ങളൊന്ന് കഴിച്ച് നോക്കുക. കുറച്ച് ക്വാണ്ടിറ്റി ഒരു 2-3 സ്പൂണൊക്കെ നിങ്ങൾ കഴിച്ചോ. അത് കഴിച്ച് കഴിഞ്ഞിട്ട് നിങ്ങൾക്ക് എനിക്ക് അത്രയ്ക്കും മാജിക്കായിട്ട് ഈ സത്യം പറഞ്ഞാൽ എനിക്കറിയത്തില്ല ഈ ഗാർലിക് സോസ് കഴിക്കുമ്പോൾ എന്താണ് നമ്മുടെ ബോഡി സംഭവിക്കുന്നത് എനിക്കറിയത്തില്ല. നമുക്കിത് കഴിക്കുന്ന പാടെ തുടങ്ങും, നമുക്കൊരു അസ്വസ്ഥത കുറച്ച് മണിക്കൂറുക്കുള്ളിൽ പിറ്റേ ദിവസം രാവിലെ ആകുമ്പോഴത്തേക്കും നിങ്ങൾക്ക് ഇത് വന്നിരിക്കും. പിന്നെ എല്ലാവരുടെ ബോഡി ഒരുപോലെയാണ് നമുക്ക് പറയാൻ പറ്റും, റിയാക്ട് ചെയ്യുന്ന ഒരുപോലെയാണെന്ന് പറയാൻ പറ്റത്തില്ല. അപ്പോൾ അതുകൊണ്ട് തന്നെ എനിക്ക് ഇത്രയും റിസൾട്ട് എനിക്ക് വന്നതുകൊണ്ട് നിങ്ങൾക്ക് ഇത് വരുമോന്നും എനിക്കറിയത്തില്ല. പക്ഷെ നിങ്ങളൊന്ന് ട്രൈ ചെയ്ത് നോക്കുക. നമ്മളിപ്പം കുറേ ഡ്രിങ്ക്സ് ഞാൻ ചെയ്ത പോലെ കുറേ ഡ്രിങ്ക്സും ഫ്രൂട്ട്സും ഒക്കെ കഴിക്കാറുള്ളൂ. ആ കൂട്ടത്തിൽ നിങ്ങൾ ഇതൊന്ന് ട്രൈ ചെയ്ത് നോക്ക്. ട്രൈ ചെയ്ത് സക്സസ് ആയെങ്കിൽ നിങ്ങൾ രക്ഷപ്പെട്ടില്ലേ? അതുകൊണ്ടാണ് ഞാൻ പറഞ്ഞത്. എനിക്ക് സത്യം പറഞ്ഞാൽ പറ്റില്ല, എനിക്കിപ്പോൾ ഒരു ശല്യമാണ്. എനിക്കൊന്നും മര്യാദ കഴിക്കാൻ മേലാത്തൊരവസ്ഥ. കഴിച്ചാൽ അപ്പം പീരീഡ്സ് ആവാന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നിങ്ങളൊന്ന് ചിന്തിച്ച് നോക്കുക. അപ്പോൾ നിങ്ങൾ കുറച്ചധികം കഴിക്കണം കേട്ടോ. ഒന്ന് ചുമ്മാ തോണ്ടിയും തിന്നാൽ പോരാ, കുറച്ചധികം കഴിക്കും. എനിക്ക് തോന്നുന്നു ഞാൻ ഒരു 3-4-5 സ്പൂണൊക്കെ ഞാൻ കഴിച്ചിട്ടുണ്ട്. കാരണം എനിക്ക് അത്രയ്ക്കും ഇഷ്ടമാണ്. ഞാൻ കുബൂസൊക്കെ കൂട്ടി ചിക്കനൊക്കെ കൂട്ടി അങ്ങനെ ഞാൻ കഴിക്കും അത്. അപ്പോൾ നിങ്ങളൊന്ന് ട്രൈ ചെയ്ത് നോക്കുക. പിന്നെ ഇനി നിങ്ങൾ ഈ ഗാർലിക് സോസ് കഴിച്ചിട്ട് നിങ്ങൾക്ക് അത് മാത്രമായിട്ട് കഴിച്ചിട്ട് നിങ്ങൾക്ക് റിസൾട്ട് കിട്ടിയില്ലാന്നിരിക്കട്ടെ, ഒറ്റൊരു കാര്യം കൂടെ ചെയ്യാം. ഞാൻ പറഞ്ഞില്ല, ഞാൻ കഴിച്ചത് ഗാർലിക് സോസ്, ചാക്കോള്, കുബൂസും ഉണ്ട്, മൗണ്ടൻ ഡ്യൂ ഉണ്ട്. ഇപ്പം നിങ്ങൾക്ക് ഗാർലിക് സോസ് മാത്രം കഴിച്ചിട്ട് നിങ്ങൾക്ക് ആയില്ല എന്നുണ്ടെങ്കിൽ നിങ്ങൾ ഈ ഒരു കോംബോയും കൂടെ നിങ്ങളൊന്ന് ട്രൈ ചെയ്ത് നോക്കുക. കാരണം ഇത് ഒന്നിച്ച് ചെന്നിട്ടാണോ ഇനി എനിക്ക് മാറ്റം വന്നതൊന്നും എനിക്കറിയത്തില്ല.
പക്ഷെ ഞാൻ എന്ന് ഇത് കഴിക്കുന്നോ, ഈ ഒരു കോംബോ ഞാൻ കഴിക്കുന്ന അന്ന് എനിക്ക് ഈ സംഭവം നടക്കുന്നുണ്ട്. അപ്പൊ നിങ്ങൾ ഫസ്റ്റ് ഗാർലിക് സോസ്, കാരണം ഗാർലിക്കാണ് നമുക്ക് ഉപകാരപ്പെടുന്നതെന്നാണല്ലോ പറയുന്നത്. അപ്പം ഗാർലിക് സോസ് അല്ല പ്രശ്നം എന്നുണ്ടെങ്കിൽ, അതുകൊണ്ട് റിസൾട്ട് കിട്ടുന്നില്ല, നിങ്ങൾ ഈ ഒരു കോംബോ ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക. കാരണം ചാക്കോളൊക്കെ നമുക്ക് വീട്ടിൽ തന്നെ ഉണ്ടാക്കാവുന്നതേ ഉള്ളൂ. അപ്പം നിങ്ങൾക്ക് എന്താ പറയാ, ട്രൈ ചെയ്തിട്ട് നിങ്ങൾ റിസൾട്ട് കിട്ടിയെങ്കിൽ എനിക്കത് തീർച്ചയായിട്ടും ഒന്ന് കമന്റ് ചെയ്യണം. കാരണം എനിക്കറിയണം ഇത് എനിക്ക് മാത്രമാണോ ഇങ്ങനെ ഒരു കാര്യം നടക്കുന്നത്, അത് നിങ്ങൾക്കും ഉണ്ടോ എന്നുള്ളത് എനിക്കൊന്ന് അറിയാൻ വേണ്ടിയാണ്. കൃത്യമായിട്ട് നിങ്ങൾ എന്താ പറയാ എനിക്കൊന്ന് കമന്റ് ചെയ്യണം കേട്ടോ. റിസൾട്ട് എനിക്കൊന്ന് കമന്റ് ചെയ്ത് നോക്കുക. ഇങ്ങനെ പീരീഡ്സ് ഇറഗുലർ ആയ ആരെങ്കിലും ഉണ്ടെന്നുണ്ടെങ്കിൽ നിങ്ങൾ അവർക്കൊന്ന് പറഞ്ഞു കൊടുക്കുക. കാരണം ഈ പീരീഡ്സ് കറക്റ്റ് ആകാത്തവർക്കൊക്കെ ഭയങ്കര സങ്കടമായിരിക്കും. അപ്പോൾ ഒന്ന് ഇപ്പോൾ PCOD PCOS ഒക്കെ ഉള്ളവരാണെങ്കിൽ ഒക്കെ ഒന്ന് ട്രൈ ചെയ്ത് നോക്കിക്കോ. കാരണം നമുക്കത് വന്നാൽ നിങ്ങളുടെ ബോഡിയിൽ അത് എങ്ങനെ റിയാക്ട് ചെയ്യുന്നത് നമുക്കറിയാലോ. വേറെ ദോഷങ്ങളൊന്നുമില്ലല്ലോ, കാരണം വീട്ടിൽ തന്നെയുള്ള കാര്യങ്ങൾ വെച്ചിട്ടല്ലേ നമ്മൾ ഉണ്ടാക്കുന്നത്. ഓക്കെ, അപ്പൊ നിങ്ങൾക്ക് വീഡിയോസ് ഇഷ്ടപ്പെട്ടു എന്ന് കരുതുന്നു. ഈ വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ നിങ്ങൾ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, എല്ലാം മാക്സിമം എല്ലാവർക്കും ഒന്ന് പറഞ്ഞു കൊടുക്കുക. പിന്നെ ഒന്നുകൂടെ പറയുന്നത്, ഗാർലിക് സോസ് എങ്ങനെയാണ് ഉണ്ടാക്കേണ്ടത് നിങ്ങൾക്ക് അറിയത്തില്ല എന്നുണ്ടെങ്കിൽ നിങ്ങളൊന്ന് കമന്റ് ചെയ്താൽ മതി. ഞാനത് നിങ്ങൾക്ക് പറഞ്ഞു തരാം എങ്ങനെയാണ് ഉണ്ടാക്കുന്നത്, അല്ലെങ്കിൽ കാണിച്ചു തരാം എങ്ങനെയാണ് ഉണ്ടാക്കുന്നത് എന്നുള്ളത്. കാരണം അത് പെട്ടെന്ന് നിങ്ങൾക്ക് വേണ്ടി ഉണ്ടാക്കുന്നതിന് കുഴപ്പമില്ല, കാരണം പെട്ടെന്ന് ഉണ്ടാക്കാവുന്ന ഒരു സംഭവമാണ്. ഓക്കെ, അപ്പോൾ പുതിയൊരു വീഡിയോയുമായി വരുന്നവരെ ടാറ്റാ.